സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി യേശു പറഞ്ഞതിനെ കുറിച്ചാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവം ആരാണെന്ന് കണ്ടു, യേശു ക്രിസ്തു പഠിപ്പിച്ച പരിശുദ്ധാത്മാവ് എന്താണെന്ന് കണ്ടു, യേശു ക്രിസ്തുവിന്റെ നിയോഗം എന്താണെന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയിൽ നാം കണ്ടു. ഇന്ന് നാം യേശു ക്രിസ്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു സബ്ജക്റ്റ് ഉണ്ട്, ദൈവരാജ്യം. അപ്പോൾ ആ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ യേശു ക്രിസ്തു ദൈവരാജ്യത്തെ നമ്മൾക്ക് വ്യക്തമായി കാണിച്ചത് ഒരു സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഈ ലോകം മാത്രമല്ല, ഇതിന് അങ്ങേപ്പുറത്തെ ഒരു സ്വർഗമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു പഠിപ്പിച്ച സ്വർഗമാണ് ഇന്ന് രാവിലെ ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു ഇതൊരു യഥാർത്ഥ സ്ഥലമാണ്, ഈ ഭൂമിയെ പോലെ ഒരു സ്ഥലമാണ്. അതെങ്ങനെയാ പറഞ്ഞത്? യേശു പോകാൻ നേരത്ത് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. ഞാൻ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അതെന്റെ പിതാവിന്റെ സ്ഥലമാണ്, അവിടെ അനേകം കൊട്ടാരങ്ങളുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അനേകം മാൻഷൻസ് ഉണ്ട്. അല്ലാതെ ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് അല്ല ഹെവൻ എന്നുള്ളത് യേശു വളരെ വ്യക്തമായി പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ അവിടേക്ക് പോകുന്നു, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലവും ഞാൻ ഒരുക്കും. അപ്പോൾ സ്വർഗത്തിൽ പിതാവ് വന്നു, ആ പിതാവിനോടൊപ്പം കർത്താവ് ഇരുന്നു എന്നും ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു മടങ്ങിപ്പോയി എന്നും അത് സ്വർഗത്തിലാണെന്നും ആ സ്വർഗത്തിൽ ദൂതന്മാരുണ്ടെന്നും നാം കർത്താവിൽ വിശ്വസിച്ച് കർത്താവുമായി ചേരുമ്പോൾ നാം അവർക്ക് തുല്യന്മാരായി തീരുമെന്നുമാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് യേശു സ്പെസിഫിക്കായി പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊരു രാജ്യമാണ്. വളരെ വ്യക്തമായി ഈ ലോകത്തിലെ സാമ്രാജ്യങ്ങളെ പോലെ സ്വർഗത്തിൽ ഒരു രാജ്യമുണ്ടെന്ന് യേശു വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അതിവിടെ വെച്ചാണ് നമുക്കറിയാം, പീലാത്തോസിന്റെ മുൻപിൽ യേശു നിൽക്കുകയാണ്. അപ്പോൾ നീ രാജാവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നിഷേധിച്ചില്ല, രാജാവല്ലെന്ന്. എന്റെ രാജ്യം ഇവിടെയല്ല, എന്റെ രാജ്യം സ്വർഗീയമാണെന്ന് യേശു പറഞ്ഞു. അപ്പോൾ നീ രാജാവ് തന്നെ. അപ്പോൾ വേറെ ഒരു സ്ഥലത്തെ രാജാവാണ് യേശു എന്ന് യേശു തന്നെ അറിയിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി യേശു പീലാത്തോസിനോട് മറുപടി പറയുകയാണ്. എന്താണ്? എന്റെ രാജ്യം ഇവിടെ ഐഹികമല്ല, അപ്പോൾ എന്റെ രാജ്യം സ്വർഗീയമാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ലോകക്കാരനല്ല, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്ന് യേശു പഠിപ്പിച്ചു. അപ്പോൾ അതെല്ലാം ഉപമാനമായി പഠിപ്പിച്ച ശേഷം യേശു വ്യക്തമായി പറഞ്ഞു, താൻ രാജാവാണ്. താൻ ജനിക്കുന്നതിന് മുൻപേ തന്റെ ജനിക്കുന്ന ആ ദിവസമോ അതിന് തൊട്ടു മുമ്പോ വിദ്വാൻമാർ താൻ ഒരു രാജാവാണെന്നുള്ള അറിവ് തങ്ങളുടെ അറിവ് കൊണ്ടോ അവർക്ക് ലഭിച്ച വെളിപ്പാട് കൊണ്ടോ മനസ്സിലാക്കിയിട്ട് അന്നത്തെ കാലത്തെ ശക്തനായി ആ ഭാഗങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന യഹൂദയിലെ രാജാവായ ആ ഹെരോദാവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ആരെ? അപ്പോൾ യേശു രാജാവാണെന്ന് താൻ പറഞ്ഞത് മാത്രമല്ല, മറ്റുള്ള ജനങ്ങൾക്ക് കൂടെ ആ വെളിപ്പാട് ദൈവം കൊടുത്തിരുന്നു താൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ ഇവിടെ രാജാവ് ഭരിച്ചിട്ടുണ്ടെങ്കിലും വിദ്വാൻമാർ അന്വേഷിക്കുന്ന ദ കിങ്ങിനെയാണ്, വേറെ ആരെയല്ല. അനേക കിങ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയപ്പെടുന്ന ആ രാജാവിനെ കുറിച്ചുള്ള ദർശനം പ്രാപിച്ചിട്ടാണ് ആ വിദ്വാൻമാർ ജ്ഞാനികൾ കിഴക്ക് നിന്ന് കടന്നു വന്നത്. യേശു അതിനെ അംഗീകരിച്ചു. എന്റെ രാജ്യം ഇവിടെ അല്ല, എനിക്കൊരു രാജ്യമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, ഞാൻ സ്വർഗത്തിൽ ഇരുന്നവനാണ് എന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ഉം 6-ാം അധ്യായത്തിന്റെ 42-ഉം നമുക്ക് വായിക്കാം. യേശു അവിടെ ആയിരുന്നു എന്ന് വ്യക്തമായി ഈ വാക്യങ്ങൾ നമ്മെ കാണിക്കുന്നുണ്ട്. വായിച്ചേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗത്തിൽ ഇരിക്കുന്നവനായ അപ്പോൾ നോക്കിക്കേ, സ്വർഗത്തിൽ ഇരുന്നവൻ, ഇരിക്കുന്നവൻ, അത് കഴിഞ്ഞിട്ട് കയറിപ്പോയവൻ. വളരെ വ്യക്തമാണ്. ഇനി 6-ന്റെ 42 കൂടെ വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം
6:13 3:13 6:42 നാം വായിക്കുന്നത്. ഇവൻ യോസഫിന്റെ പുത്രനായ യേശുവല്ലേ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന്. അപ്പോൾ യേശു ഒരിടത്ത് മാത്രമല്ല പറഞ്ഞത്, യേശു എപ്പോഴും എന്തോ ചെയ്തിരുന്നു, ഇത് പറഞ്ഞിരുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നാം സ്വർഗം ഉണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു സംശയം കൂടാതെ ധൈര്യമായി പറയുന്നു. നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാനുണ്ട്. ആ ആള് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, സ്വർഗത്തിൽ ഇരിക്കുന്നവനാണ്, സ്വർഗത്തിലേക്ക് കയറിപ്പോയവനാണ്. അപ്പോൾ ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ മർക്കോസ് തന്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കിക്കേ, മർക്കോസ് Marcos. So then after the Lord had spoken to them, he was received up into heaven and sat down at the right hand of God. See, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നോക്കൂ, അവൻ എടുക്കപ്പെട്ടു, അവൻ സ്വർഗത്തിൽ ഇന്ന് മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ്, സ്വർഗമെന്നുള്ള ഒരു സ്ഥലമാണ്, അത് കർത്താവിന്റെ രാജ്യമാണ്, കർത്താവ് അവിടെ ആയിരുന്നു, കർത്താവ് ഇപ്പോൾ അവിടെ തന്നെ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക, സ്വർഗമെന്ന് പറഞ്ഞാൽ അതൊരു ചിന്തയല്ലേ, അതൊരു സന്തോഷമല്ലേ, അതൊരു ഒരു കൺസെപ്റ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ നാം പറയും, സ്വർഗരാജ്യത്തിന് രണ്ടു വശങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് നാം ആത്മീയമായി അതിൽ ഒരു അംശം അനുഭവിക്കുന്നു. എന്നാൽ നാം അവരെ കാണുന്ന ദിവസം അവന്റെ സന്നിധാനത്തിൽ എന്നേക്കും വാഴുന്ന ഒരു നിത്യരാജ്യത്വമുണ്ട്. സ്വർഗമെന്ന് പറയുന്നത് അതൊരു മിഥ്യയല്ല, അത് കർത്താവ് പഠിപ്പിച്ച വളരെ കാര്യമായി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു വലിയ ദർശനമായിരുന്നു. വേദപുസ്തകം ഉടനീളം പഠിച്ചാൽ സ്വർഗത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നു. അത് ദൈവം ശില്പിയായി സൃഷ്ടിച്ച അല്ലെ നിർമ്മിച്ച ഒരു രാജ്യമായിരുന്നു എന്ന് അബ്രഹാം ചിന്തിക്കുകയും നോക്കി പാർക്കുകയും ചെയ്തു എന്ന് എബ്രായ ലേഖനകാരൻ അത് എഴുതിയിട്ടുണ്ട്. ദാവീദ് പറഞ്ഞു, തന്റെ കുഞ്ഞു മരിച്ചപ്പോൾ എനിക്ക് അവനെ കൊണ്ടുവരാൻ കഴിയില്ല, അവനായിരിക്കുന്നിടത്ത് എനിക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. യോബും അതുപോലെയുള്ള ശ്രേഷ്ഠന്മാരൊക്കെ തങ്ങളുടെ പ്രത്യാശ സ്വർഗത്തിൽ ദൈവത്തിൽ വച്ചിരുന്നു എന്ന് നമുക്കറിയാം. വളരെ ക്ലിയർ ആയിട്ട് ഈ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന്, അത് എങ്ങനെ എടുക്കപ്പെട്ടു? അഗ്നിമയ രഥങ്ങളിലും കുതിരകളിലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനു മുൻപേ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ ദൈവം അവനെ എടുത്തതിനാൽ അവനെ കാണാതെയായി. അപ്പോൾ പുതിയ നിയമത്തിലെ ഒരു പുതിയൊരു ഐഡിയ അല്ല എന്ത് സ്വർഗരാജ്യം. കർത്താവ് അതിന് കൂടുതൽ വിശദീകരണങ്ങൾ തന്നു എന്നല്ലാതെ ഒരു പുതിയ ആശയമായി യേശു വരികയല്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, എന്റെ പിതാവിന് രാജ്യമുണ്ട്, പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ അവിടേക്ക് കടന്നുപോയി നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഒരുക്കുകയാണ്. കാരണം ഞാൻ അവിടെ ഇരുന്നു, ഇന്ന് ഞാൻ കടന്നു പോകുന്നു, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ നിങ്ങളെ വന്ന് ചേർക്കും. അപ്പോൾ വളരെ കാര്യമായി വ്യക്തമായി യേശു സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. ഈ സ്വർഗരാജ്യത്തിൽ ചില പ്രത്യേക കാര്യങ്ങളുണ്ട് എന്ന് യേശു വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അവിടെ വളരെ സന്തോഷം. ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ പറയുന്നത് അല്പനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ നിത്യമായ സന്തോഷം അവിടെ ഉണ്ടെന്ന് യേശു പഠിപ്പിച്ചു. എവിടെയാണ്? മത്തായിയുടെ സുവിശേഷം, വേഗം പഠിക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 21-ലും 23-ലും യേശു പറയുകയാണ്, തന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ എപ്പോഴും സന്തോഷമാണ്. വായിച്ച്
അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ സ്വർഗരാജ്യത്തിൽ എന്താണുള്ളത്? സന്തോഷം. അവിടെ ചില സന്ദർഭങ്ങളിൽ കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതായി യേശു പറഞ്ഞു. കാണാതെ പോയ ആടിനെ കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ ഒരു പാവി രക്ഷിക്കപ്പെടുമ്പോൾ, അവിടെ സ്വർഗരാജ്യത്തിൽ ദൂതന്മാരുടെ ഇടയിൽ എന്തുണ്ട്? അധികം സന്തോഷമുണ്ട് എന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കതറിയാവുന്നതുകൊണ്ട് ഞാൻ വാക്യം വായിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ നമുക്ക് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്തുണ്ട്? പ്രമോദങ്ങളുമുണ്ട്. അപ്പോൾ അത് പഴയ നിയമത്തിലെ ഒരു വിശുദ്ധൻ പറയുകയാണ്, നിന്റെ ദാസനെ നീ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. പിന്നെ അവൻ എവിടെയായിരിക്കും? ദൈവസന്നിധാനത്തിലെ ആ നിത്യമായ അനന്തമായ എന്നേക്കുമുള്ള സന്തോഷമായിരിക്കും. നമുക്ക് ഈ ലോകത്തിൽ സന്തോഷങ്ങളുണ്ട്, അല്പനേരത്തേക്കുള്ളൂ, എല്ലാം വളരെ നൈമിഷികമാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ എപ്പോഴും സന്തോഷമാണ്. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? അതാ കർത്താവ് ഉദ്ദേശിച്ചത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ആ പ്രത്യേക സ്ഥലത്ത് കൂട്ടിയിരുത്തി അനേക കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് താൻ പോകുന്നതിന് മുൻപേ അവരോട് പറയാ, എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ സന്തോഷം നിങ്ങളിൽ എന്തായിരിക്കണം? പൂർണ്ണമാകണം. അപ്പോൾ ഒരല്പം സന്തോഷത്തിന് വേണ്ടിയല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ അനേകം സന്തോഷത്തിന് വേണ്ടി വിരഞ്ഞോടുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നിരിക്കുന്നത് സ്വർഗരാജ്യം സന്തോഷത്തിന്റെ അനുഭവമാണ്. ഇവിടെ ആ സന്തോഷം നാം അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. കാരണം റോമാലേഖനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യം എന്നുള്ളത് അത് ഭക്ഷണമോ പാനീയമല്ല. ഈ ലോകത്തിലുള്ളവരുടെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എന്താ? ഭക്ഷണവും പാനീയവും. എന്നാൽ ഒരു ദൈവഭക്തനെ കുറിച്ച് ഏറ്റവും വലിയ സന്തോഷം അത് പരിശുദ്ധാത്മാവിലാണ് ഇവിടെ അവൻ അനുഭവിക്കുന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴും അത് സന്തോഷമാണ്. അവിടെ ആ സന്തോഷത്തിന്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നല്ലവനെ വിശ്വസ്തനെ എന്ത് ചെയ്യൂ? എന്റെ പിതാവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇത് ലോക സ്ഥാപനത്തിനു മുൻപേ ദൈവം തന്റെ വിശുദ്ധന്മാർക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. അതും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. യേശു വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു, ഇത് ഇന്നലെ തോന്നിയ ഒരു ചിന്തയല്ല. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനെ ഉദ്ധരിക്കുവാൻ വേണ്ടി, അവനൊരു സ്ഥലമൊരുക്കി കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു പദ്ധതിയല്ല. ലോക സ്ഥാപനത്തിന് മുൻപേ തന്റെ മക്കൾക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്റെ മുൻപാകെ വിശുദ്ധന്മാരായി വിശ്വസ്തന്മാരായി അവനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. വായിച്ചേ. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. നോക്കൂ, സ്വർഗരാജ്യം എന്നുള്ളത് ഒരു പെട്ടെന്നുള്ള ഒരു ചിന്തയല്ല. ഏതെങ്കിലും ഒന്ന് പരാജയപ്പെടുമ്പോൾ അതിനെ ഒന്ന് ശരിയാക്കി അവർക്ക് ഒരു നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും നാം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റടിച്ചു, ഭവനമെല്ലാം പോയി, ഒരു ടെമ്പററി ആയ ഷെഡൊക്കെ ഉണ്ടാക്കി ഗവൺമെന്റും അതുപോലെയുള്ളവരൊക്കെ ജനങ്ങളെ സംരക്ഷിക്കുന്ന പതിവുണ്ട്. യുദ്ധം വരും, ഒരു റെഫ്യൂജി കേന്ദ്രം ഉണ്ടാക്കും. അതുപോലെ ഇവിടെ മനുഷ്യൻ പാപം ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ അവനെ ഒരു നല്ല സ്ഥലം ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്ത് ഒരു സെക്കൻഡ് തോട്ട് അല്ല എന്റെ സ്വർഗം. പിന്നെയോ ലോകസ്ഥാപനത്തിന് മുൻപേ, ഈ ലോകം ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ ഉള്ളിൽ തന്റെ ജനങ്ങൾ തന്നോടൊപ്പം തന്റെ സന്തോഷത്തിൽ എന്നേക്കും പാർക്കണം എന്നുള്ള ആ വലിയ ചിന്താഗതിയിൽ ദൈവം ഉണ്ടാക്കിയ ആദ്യത്തെ സ്ഥലമാണ് സ്വർഗം. അല്ലെ? ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് എന്റെ ആ സ്വർഗം. നാം ഈ കാണുന്ന അറിയുന്ന അല്ലെ പഠിക്കുന്ന ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സ്വർഗം. കാരണം ഈ ലോകം ആകാശവും ഭൂമിയും ദൈവം ഉണ്ടാക്കി എന്ന് ആദ്യം പറയുമ്പോൾ ആ ആകാശം അല്ലെങ്കിൽ സ്വർഗങ്ങൾ എന്ന് നാം പേരറിയുന്ന സ്ഥലമാണ് ആദ്യം ഉണ്ടാക്കിയത്. ഭൂമിയും അതിനോടുള്ള ബന്ധത്തിലുള്ള ഭൂഗോളങ്ങളും ക്രമീകരിച്ചത് മാത്രമേ എവിടെ പറയുന്നുള്ളൂ? ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോക സ്ഥാപനത്തിന് മുൻപേ അവൻ നമുക്ക് വേണ്ടി സ്വർഗരാജ്യം ഉണ്ടാക്കി.
ആ സ്വർഗരാജ്യത്തിൽ ദൈവം നിത്യത തുടങ്ങിയുണ്ട്. നിത്യത എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം കാലങ്ങൾക്ക് മുമ്പാണ് ദൈവം ഉണ്ടാക്കിയെന്ന് ഒരു മനുഷ്യന് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. കാരണം നിത്യത എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല എന്നാണ് അർത്ഥം. അതിന് കണക്കെടുക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് അത് ആദ്യമേ ഉണ്ടായിരുന്നു. കാരണം ദൈവം ഉണ്ടായിരുന്നപ്പോൾ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വിശിഷ്ടമായ ശ്രേഷ്ഠമായ ദൈവസിംഹാസനമുള്ള ദൈവരാജ്യമുള്ള സ്ഥലമാണ് സ്വർഗമെന്ന് യേശു പഠിപ്പിച്ചു. ആ സ്വർഗത്തിൽ എപ്പോഴും സന്തോഷമാണ്. അവിടെ ഉള്ളത് ഏഞ്ചൽസ് ആണ്, അല്ലേ? വേറെ പുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നാം സ്വർഗത്തിൽ ചെല്ലുന്ന ഉടനെ ആരെ പോലെയാകും? വിവാഹം കഴിച്ചിട്ട് ഒരു സ്ത്രീയെ പല സഹോദരന്മാർ വിവാഹം കഴിച്ചു. അവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരിൽ ആരുടെ ഭാര്യ ആയിരിക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി യേശു പറഞ്ഞു. എന്താ പറഞ്ഞു? അവർ എല്ലാവരും നാം കർത്താവിൽ വിശ്വസിച്ച് സ്വർഗത്തിൽ ചെല്ലുന്ന സകലരും ദൈവദൂതന്മാരെ പോലെ തുല്യരായിരിക്കും എന്നാ യേശു പഠിപ്പിച്ചത്. അപ്പോൾ അവിടെ വിവാഹവുമില്ല, കുടുംബവുമില്ല, എല്ലാവരും ഒരുപോലെ ഒരേ രീതിയിലുള്ള വ്യക്തികൾ. അപ്പോൾ അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത്. ഇപ്പോൾ എവിടെ ആരുണ്ട്? ദൈവമുണ്ട്, ദൂതന്മാരുമുണ്ട്. ആ സ്വർഗരാജ്യത്തിൽ എപ്പോഴും സന്തോഷവും ഏറ്റവും നല്ല അനുഭവവുമാണ്. അത് നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. എങ്ങനെയാണ് അവിടെ നമ്മൾക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാകുന്നത്? അതാണ് യേശു പഠിപ്പിച്ച മറ്റൊരു വാചകം. നമുക്കിതെല്ലാം അറിയാം. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ സ്വർഗരാജ്യത്തിൽ ദൂതന്മാരുടെയും അവിടെയുള്ള സംഘത്തിൽ ഞാൻ അവരുടെയും എന്ത് ചെയ്യും? പേര് പറഞ്ഞ് അവരെ അക്നോളജ് ചെയ്യും. വായിച്ചു. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പായിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ താഴോട്ട് വായിച്ചേ, അവിടെ തന്നെ അതിന്റെ വാക്യം. മറ്റൊന്നിലേക്ക് ഓടിപ്പോകി. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശിഷ്യൻ ഗുരുവിൻ മീതെയല്ല, ദാസൻ യജമാനൻ മീതെയുമല്ല. 32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവരെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. അപ്പോൾ അവിടെ ദൈവം നമ്മെ അംഗീകരിക്കുവാൻ, സ്വർഗരാജ്യത്തിൽ നമ്മെ കർത്താവ് അക്നോളജ് ചെയ്യുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റ അടിസ്ഥാനത്തിൽ. എന്താ? ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ യേശുവിനെ അക്നോളജ് ചെയ്യും, അവരെ കുറിച്ച് മറ്റുള്ളവരോട് പറയും. ഇറ്റ്സ് വെരി സിമ്പിൾ. എന്ന് വെച്ചാൽ യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ കുറിച്ച് പറയുക. ഇതേ ഉള്ളൂ സ്വർഗരാജ്യത്തിൽ നമ്മെ അക്നോളജ് ചെയ്യാം. ഈ ലോകത്തിൽ അക്നോളജി ചെയ്യാനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. അത് ചെയ്തില്ലെങ്കിൽ എല്ലായിടത്തും പ്രശ്നവും. കൊച്ചു കുഞ്ഞുങ്ങള് അവരോടും നമ്മളെ അവരുടെ കാര്യത്തെ കുറിച്ച് പറയണമെന്നാണ് ഇന്നത്തെ ലോകം പഠിപ്പിക്കുന്നത്. പിന്നെ ഭാര്യമാർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു, ഭർത്താക്കന്മാർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു, വർക്കേഴ്സ് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു അവരെ കുറിച്ച് ഒരു നല്ല കാര്യം കേൾക്കാൻ. പക്ഷെ അതിനുള്ള സ്വർഗത്തിൽ ഒരൊറ്റ കൂലിയേ ഉള്ളൂ. അവിടെ കൈക്കൂലിയില്ല, അവിടെ യാതൊരു ശുപാർശയുമില്ല. ഒറ്റ കാര്യത്താലാണ് എന്ത് ചെയ്യുന്നത്? നമ്മെ അക്നോളജ് ചെയ്യുന്നത്. എന്താ? യേശുവിനെ കുറിച്ച് നാം അക്നോളജ് ചെയ്താൽ, യേശുവിനെ നാം അംഗീകരിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാൽ, യേശുവിന് വേണ്ടി നിലനിന്നാൽ യേശുവിന്റെ രാജ്യത്തിൽ പ്രവേശനം ലഭിക്കുകയും അവിടെ നമ്മെ ദൈവം അംഗീകരിക്കുകയും അക്നോളജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ലോകത്തിന്റെ സിദ്ധാന്തമൊന്നുമല്ല സ്വർഗത്തിലെ നിയമങ്ങൾ. യേശുവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം യേശുവാണ് സ്വർഗത്തിലെ രാജാവ്, യേശുവാണ് ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നൽകുന്നത്. വേറെ ആർക്കും നൽകുവാനൊന്നും കഴിയില്ല. ലോകത്തിൽ ഒരുപാട് കഥകളുണ്ട്. എല്ലാവരും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പത്രോസിനെ കാണും, അല്ലെ അവരെ കാണും, ഇവരെ കാണും എന്നൊക്കെ. പക്ഷെ അവർക്കൊന്നും എന്ത് കൊടുത്തിട്ടില്ല? ദൈവമായ കർത്താവ് വാതിലൊന്നും നിർത്തിയിരിക്കുകയല്ല. യേശുവിനെ കുറിച്ച് പറവാൻ, അക്നോളജി മറ്റുള്ളവരെ ചെയ്യിക്കുവാൻ വേണ്ടിയുള്ള അധികാരം കൊടുത്തു. ദൂതന്മാർക്കില്ലാത്ത അവകാശം പത്രോസിന് കൊടുത്തു. ഈ ലോകത്തിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം കൊടുക്കുവാൻ സുവിശേഷം അതൊന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു പറഞ്ഞത്, നീ ഭാഗ്യവാൻ, നിനക്കൊരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാ?
യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള സത്യം. ആ സത്യം ഡിക്ലെയർ ചെയ്ത പത്രോസിനോട് പറയാണ്, നിനക്ക് ഞാൻ സ്വർഗരാജ്യത്തിന്റെ അവകാശം തരുന്നു മറ്റുള്ളവരോട് ഈ കാര്യം പറവാൻ. കാരണം അവൻ അന്ന് എന്ത് ചെയ്തു? യേശു ആരാണെന്ന് അംഗീകരിച്ചു, അക്നോളജ് ചെയ്തു, അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഉടനെ യേശു അവനോട് പറയാം, നീ ഭാഗ്യവാൻ, ഈ വെളിപ്പാട് നിനക്ക് ലഭിച്ചത് വെറുതെ ഈ ഭൂമിയിൽ നിന്നല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഈ വെളിപ്പാട് തന്നത്. ആ വെളിപ്പാടിനോടുകൂടെ നീ ഭാഗ്യവാൻ. ആ വെളിപ്പാടിനാൽ നിനക്ക് എന്തുണ്ട്? സ്വർഗരാജ്യത്തിന്റെ കീ കയ്യിലുണ്ട്. നമുക്ക് എല്ലാവർക്കും കീ ദൈവം തന്നിട്ടുണ്ട്. എന്ത്? നാം ആദ്യം അക്നോളജ് ചെയ്യുക, ആരാണ് യേശു. അത് കഴിഞ്ഞ് മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്കും മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിലേക്ക് കയറ്റുവാൻ ഉള്ള വാതിൽ കാണിച്ചു കൊടുക്കുവാൻ കഴിയും. അപ്പോൾ യേശു ക്രിസ്തുവിനെ അക്നോളജ് ചെയ്യാൻ പറഞ്ഞാതാ ഏതാ? മനുഷ്യപുത്രനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അപ്പോൾ പത്രോസ് വേഗം കയറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. ലോകം എന്ത് പറയുന്നു? പ്രവാചകന്മാരുടെ ഏലിയാവോ യോഹന്നാൻ സ്നാപകനോ അങ്ങനെ അതും ഇതും പറയുന്ന ഉടനെ അതിന്റെ നടുവിൽ യേശുവിനെ കുറിച്ച് പറയുന്നവനാണ് ഭാഗ്യവാൻ. അവനാണ് അധികാരമുള്ളത്, അവന് വേണ്ടിയാണ് ദൈവം വഴി തുറക്കുന്നത്. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല കർത്താവ് അംഗീകരിച്ചത്, സ്വർഗത്തിൽ ചെല്ലുമ്പോഴും പറയും. അവനെ എന്തോ ചെയ്യും? തീർച്ചയായും പിതാവിന്റെയും ദൂതന്മാരുടെയും മുൻപിൽ യേശു അതെ വിളിച്ചു പറയും, അവനെ അക്നോളജ് ചെയ്യും. അതിനും ഒരു ബേസ് ഉണ്ട്. അതെ, നോക്കിക്കേ, കർത്താവ് പറയുന്നുണ്ട് മത്തായിയുടെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ. അവിടെ പറയുന്നത്, നിങ്ങൾ സന്തോഷിക്കണം. ഈ ലോകത്തിൽ നിങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ വീര്യപ്രവൃത്തി കൊണ്ടല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു മിടുക്കന്മാരായി എന്നുള്ളതല്ല. ഏതിനാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്? ലൂക്കോസ് 10:20. ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഗതിയാണ്, ലോകത്തിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയായ പിശാചിന്റെ കിങ്കരന്മാരായ ദൂതന്മാരായ ആ ഭൂതങ്ങൾ കീഴടങ്ങുന്നത്. നോക്കിയേ, എവിടെയെങ്കിലും ഒരു ഭൂതത്തിന് മേൽ അധികാരമുള്ള ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകനുണ്ടെങ്കിൽ എന്തൊരു മാന്യതയാണ് അല്ലെ? ചിലപ്പോൾ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ലോകത്തിൽ അനേകര് ഭൂതബാധിതപ്പെട്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഈ മനുഷ്യൻ ചെല്ലുമ്പോൾ ഭൂതം വിട്ടുപോവുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്, എല്ലാവരും അംഗീകരിക്കും. അപ്പോൾ യേശു പറയാണ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നത് അതാണ് ഏറ്റവും വലുത്. കാരണം ദൈവത്തിനെതിരെ നിൽക്കുവാൻ അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആ പിശാചിന്റെ ദൂതന്മാരായ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുമെങ്കിൽ ലോകത്തിൽ നിങ്ങൾ അധികാരമുള്ളവരാണ്, നിങ്ങൾ ശ്രേഷ്ഠന്മാരാണ്. അതിലൊന്നും അല്ല കാര്യം. പിന്നെ എന്തിനാ? സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷം. അപ്പോൾ സ്വർഗത്തിൽ എന്തുണ്ട്? ഒരു റെക്കോർഡുണ്ട്. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് അറിയപ്പെടുന്നു. തീർച്ചയായും നിങ്ങളുടെ പേര് അറിയുന്ന ഒരു സ്ഥലമുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ അവിടെ ഒരു പ്രധാനമുള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ, ആരെങ്കിലും വന്ന് എനിക്ക് ഇന്നാലെ അറിയാം ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ വേഗം കയറ്റി വിടും ഇല്ലേ? എന്നാൽ ഒന്നും അറിയാത്ത ഇന്നലെ ചേർന്ന ഒരു വ്യക്തിയാണെങ്കിലോ അവരിലേക്ക് ചോദിക്കുക, എന്താ അങ്ങനെയുള്ള ആളെ എനിക്ക് അറിയില്ല എന്ന് പറയും ഈ ലോകത്തിൽ. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. സ്വർഗത്തിൽ പേരെഴുതിയാൽ അതിന്റെ അർത്ഥം കർത്താവ് അക്നോളജ് ചെയ്യുന്നവനാണ്. കർത്താവിന് വരെ അറിഞ്ഞാൽ അവിടെ എല്ലാവർക്കും പിന്നെ എന്തില്ല? ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ നമ്മുടെ പേരെഴുതുക എന്നുള്ളതാണ് പ്രാധാന്യം. ഈ ലോകത്തിലെ സകലത്തേക്കാൾ, ഏത് മിനിസ്ട്രിയേക്കാൾ, മിനിസ്ട്രി പലർക്കും ഉണ്ടാകുന്ന യേശു പറഞ്ഞു പേരെഴുതാതെ തന്നെ അല്ലേ? നമ്മളോർക്കും ആ മിനിസ്ട്രി എല്ലാം വലിയ കാര്യമാണ്, അതാണ് വലിയ കാര്യം എന്നാ ചിന്തിക്കുന്നത്. അതിനാണ് ലോകത്തിൽ അനേകര് മിനിസ്ട്രിക്ക് വേണ്ടി അധ്വാനിച്ച് ഓടി നടക്കുന്നത്. മിനിസ്ട്രി വേണം. പിന്നെ കർത്താവ് പറഞ്ഞത്, മിനിസ്ട്രി ചെയ്യുന്നെങ്കിലും പേരെഴുതിയവൻ തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാത്തടത്തോളം കാലം ആ മിനിസ്ട്രിക്ക് യാതൊരു അർത്ഥവുമില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. അത് പ്രവചനമാകാം, അത് വീര്യപ്രവൃത്തിയാകാം, അത് പിന്നെ പ്രാർത്ഥനയാകാം, വലിയ വലിയ കാര്യങ്ങളാകാം. കർത്താവെ എന്ന് വിളിക്കാം, കർത്താവെ കർത്താവെ എന്ന് വിളിക്കാം, ഭൂതങ്ങളെ പുറത്താക്കാം, പ്രവചിക്കാം, വീര്യപ്രവൃത്തി ചെയ്യാം. അതൊക്കെ മിനിസ്ട്രിയാണ്. നമ്മളെല്ലാവരും മിനിസ്ട്രി ആയിട്ട് നടക്കുക. അപ്പോൾ മിനിസ്ട്രിയെക്കാളും ഭൂതങ്ങൾ പുറത്താക്കുന്നതിനേക്കാളും കർത്താവിന്റെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ കർത്താവ് നമ്മെ നോളജ് ചെയ്യും. അതെവിടാ? സ്വർഗത്തിൽ എഴുതി വെക്കണം. ഇവിടെയുള്ള പേരുകളെല്ലാം മാഞ്ഞു പോകും. എത്ര ശ്രേഷ്ഠന്മാരും ചില വർഷങ്ങൾ കഴിയുമ്പോൾ മറന്നുപോകും അല്ലേ? അവരുടെ കാര്യങ്ങളൊന്നും ആർക്കും തന്നെ അറിയാതെ വരുന്ന ഒരു കാലമുണ്ട്. എന്നാൽ
കർത്താവ് പറഞ്ഞിരിക്കുന്നു, കർത്താവിന്റെ ലിസ്റ്റിൽ പേരെഴുതിയവൻ സ്വർഗരാജ്യത്തിൽ ശ്രേഷ്ഠനാണ്. അത് നമുക്ക് പ്രത്യേകം അതറിയാൻ കഴിയും. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തുടങ്ങി 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ പേരെഴുതുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ളവരുടെ അവകാശത്തെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി ഡീറ്റെയിൽ ആയി പല സന്ദർഭങ്ങളിലും 7 സഭകളോട് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗത്തല്ല ഇവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മുൻപിൽ ഒരു ലിസ്റ്റുണ്ട്. അവരെയാണ് കർത്താവ് അക്നോളജ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒരു കാരണത്താലും അത് സാധ്യമല്ല. അപ്പോൾ ഈ സ്വർഗത്തിൽ സന്തോഷമുണ്ട്, ഈ സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ട്, ആ സ്വർഗത്തിൽ നമ്മളെ കുറിച്ച് കർത്താവ് പറയും. പറയുന്നത് മാത്രമല്ല, നമുക്ക് അവൻ എന്തുകൂടെ നൽകും? നല്ല റിവാർഡ്സ് നൽകും. എന്താ? പ്രതിഫലം നൽകും. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു തന്നെ പറഞ്ഞു. നോക്കാം, യേശു 5-ാം അധ്യായത്തിന്റെ 11-12 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഭാരപ്പെടണ്ട. ആ വല്ലവരും നിങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുന്നത് കൊണ്ട് നിങ്ങൾ അത് പ്രശ്നമാക്കണ്ട. പിന്നെ എന്താണ് പ്രശ്നമാക്കേണ്ടത്? നിങ്ങളുടെ പ്രതിഫലം. പേരുണ്ട്, പ്രതിഫലവുമുണ്ട്. ആ പ്രതിഫലം കണ്ടുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. വായിച്ചു. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നിങ്ങൾ ആരുമല്ലാതിരിക്കാം. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീയതി പറഞ്ഞ് നമ്മെ അപമാനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിനെ ഒന്നുമില്ലാതാക്കുന്നുടനെ എല്ലാവർക്കും മനുഷ്യൻ എന്ന നിലയിൽ വിഷമവും സങ്കടവും ഒക്കെ വരും, അല്ലേ? എന്നാൽ യേശു പറയുന്നത് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. കാരണം ഇവിടെയുള്ളതെല്ലാം ടെമ്പററിയാണ്. എന്നാൽ തരണ്ടവൻ തരുമ്പോൾ, ലഭിക്കേണ്ടിടത്ത് ലഭിക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്. അത് നിങ്ങൾക്ക് എത്ര ആയിരിക്കും? നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അപ്പോൾ നാം കർത്താവിന് വേണ്ടി ഇവിടെ കഷ്ടപ്പെടുകയും നിന്നെ അനുഭവിക്കുകയും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നമ്മൾക്ക് എന്തുണ്ട്? പ്രതിഫലം വളരെയുണ്ട്. അപ്പോൾ പേരെഴുതി വെച്ചിട്ട് പേര് വിളിക്കുക മാത്രമല്ല, വലിയ പ്രതിഫലം കൂടെ കിട്ടും. നമ്മുടെ പേര് മറ്റുള്ളവരുടെ സദസ്സിൽ വിളിക്കുമ്പോൾ വളരെ അഭിമാനമാണ്, അല്ലേ? വളരെ അഭിമാനമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ടെക്സാസിലുള്ള നേഴ്സസിലെ വോളണ്ടിയർ പ്രവർത്തനത്തിന്റെ സമ്മാനത്തിന് വേണ്ടി സെലിനെ വിളിച്ചു. ഇവിടെ ഉള്ള ഹോസ്പിറ്റലുകളിൽ നിന്നെല്ലാം വിളിച്ചു വരുത്തിയിട്ട് വോളണ്ടിയർ പ്രവർത്തനം സെലിന ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അവിടെയുള്ളവർ എന്നെ എഴുന്നേറ്റ് കൈയടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം, അതൊരു ലോകത്തിലെ ഒരു നേഴ്സസിന്റെ ഇടയിൽ കിട്ടിയ ഒരു സമ്മാനമാണ്. വലിയ വലിയ ആൾക്കാരുടെ മുമ്പിൽ അതൊരു വലിയ മാന്യതയായി എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കുന്നത് ഞാൻ കാണുകയുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കെ, നിലനിൽക്കുന്നതും ഒരിക്കലും ഓടാത്തതും, അത് നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെയ്തതിനാൽ കർത്താവ് എടുത്തു പറയുകയും ചെയ്യുമ്പോൾ അതെന്തൊരു വലിയ സന്തോഷമായിരിക്കും, എന്തൊരു വലിയ ആഹ്ലാദമായിരിക്കും. അപ്പോൾ നാം ഏൽക്കുന്ന പഴികളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ട് നാം മടുത്തു പോയാൽ നാം പരാജയപ്പെട്ടവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒളിമ്പിക്സ് നടന്നപ്പോൾ വായിച്ചു, ഒരാള് എത്ര മണിക്കൂർ അധ്വാനിക്കുമെന്ന് ഇതിനു വേണ്ടി. പ്രാക്ടീസ് തന്നെ 10,000 മണിക്കൂർ. 10,000 മണിക്കൂറിനെ നിങ്ങൾ 24 കൊണ്ട് ധരിച്ചു നോക്കി എത്ര വരും? 400 ചില്ലുവാനും ദിവസങ്ങൾ. അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവരാ അവിടേക്കൊന്ന് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാനത് വായിച്ചപ്പോൾ വളരെ എൻ്റെ ഹൃദയത്തോട് ഞാൻ ചോദിച്ചു, നമ്മൾ സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു 100-1 കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇത് ഈ ലോകത്തിൽ വളരെ മാന്യമായ ഒരു സമ്മാനമാണ്. ഒളിമ്പിക്സിന് ഒരു സമ്മാനം കിട്ടും. അതിന് പോകുന്നതിൽ 3 പേർക്ക് സമ്മാനം കിട്ടുന്നുള്ളൂ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ബാക്കിയുള്ളവരെല്ലാം അധ്വാനിക്കുകയാണ് ആ സ്ഥാനത്തുനിന്ന് എത്താൻ. അതിനകത്തുനിന്ന് കയറിക്കൂടി എന്ന് പറയുന്നത് വേറൊരു വലിയ മാന്യത. അപ്പോൾ ഒരു ചൈന ടീം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർ പറയുകയുണ്ടായി, ഇത് കഴിഞ്ഞ 8 വർഷം എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞാൽ 6 ദിവസവും 6 മണിക്കൂർ വെച്ച് ഇവർ പ്രാക്ടീസ് ചെയ്തവരാണ്. എന്താ? കഴിഞ്ഞ 8 വർഷം
ഞായറാഴ്ച ഒഴിച്ച് ഒരു ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും 6 മണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്തവരാണ്. നോക്കിക്കേ, അതാണ് ഈ ഒരു പ്രതിഫലത്തിന് വേണ്ടി അവർ ചെയ്തതെങ്കിൽ കർത്താവ് പറയുന്നു, ഇതിനേക്കാളൊക്കെ അങ്ങേപ്പുറത്തെ നിലനിൽക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടും. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം പ്രതിഫലം മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. പ്രതിഫലം കിട്ടിയില്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. സാരമില്ലെങ്കിലും കഴിഞ്ഞുകൂടിയാൽ മതി. പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവരെയും മാനിക്കുമ്പോൾ നിങ്ങൾ മാത്രം മാനിക്കപ്പെടാതിരുന്നാൽ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. നിങ്ങൾ അല്ലേ ഒന്ന് പോയി നോക്കിക്കേ, എല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് പ്രതിഫലം കിട്ടി പോകുന്ന ഉടനെ ഒരാളെ അവിടെ ഉണ്ടെന്നിരിക്കട്ടെ, ആരും കുഞ്ഞു വെക്കാതെ അവിടെ ഇരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നിങ്ങളാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോഴേ അതിന്റെ വിഷമം അറിയുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും ഇടയിൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ പേര് പറയാൻ മറന്നിട്ട് അവർ വന്ന് 10 പ്രാവശ്യം ക്ഷമ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രധാന സംഗതി നടത്തിയിട്ട് 4 പേരുടെ അല്ലെങ്കിൽ 5 പേരുടെ പേരെടുത്ത് പറയും, ഇന്നാരെ ഞങ്ങൾ നന്ദി പറയുന്നു. അതിനൊരുത്തിനെ ഞങ്ങൾ വിട്ടുപോയെന്നിരിക്കട്ടെ. വിട്ടുപോയാൽ അവർക്ക് വലിയ സങ്കടമാണ്, അവരറിയാതെ വിട്ടുപോയതാണ്. എന്നിട്ട് പിന്നെ അതിന്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ 10 പ്രാവശ്യം നമ്മുടെ പുറകെ വന്നിട്ട് പറയും, അയ്യോ അത് പാസ്റ്റേ ഞാൻ മറന്നുപോയതാണ്, അങ്ങനെ അർത്ഥം പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അവർ പറയാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവർ വിചാരിക്കുന്നത് ആ വ്യക്തി വളരെ വിഷമിച്ചു എന്നാണ്. അപ്പോൾ അത് വിഷമിച്ചു എന്ന് ചിന്തിക്കുന്ന ചിലർ കാണുമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ നിത്യമായ ആ അനുഭവത്തിൽ നമ്മൾക്ക് പ്രതിഫലം കിട്ടാതെ പോയാൽ ഇതുപോലെയല്ല. വളരെ ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും സ്ഥലമാണ് സ്വർഗം. കൂടെ എന്താ, വേറെ ഒന്നുമല്ല, എന്റെ പദവി, ഞാൻ ചെയ്യേണ്ടത്, സ്വർഗരാജ്യത്തിൽ എനിക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കാൻ ഞാനാണല്ലോ കാരണക്കാരൻ എന്നോർത്ത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഇത്രയും ചെയ്തുകൊള്ളല്ലോ. അപ്പോൾ ദൈവം നമുക്ക് എന്താ നൽകും? പ്രതിഫലം നൽകും, നാം കർത്താവിന് വേണ്ടി അനുഭവിച്ചത്. പിന്നെ സ്വർഗരാജ്യത്തിൽ നമുക്ക് എന്തോ ചെയ്യാം? നമുക്കും പ്രതിഫലം ഉണ്ടാക്കാമെന്ന കർത്താവ് പഠിപ്പിച്ചത്. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നാം കർത്താവിന് വേണ്ടി അനുഭവിക്കുന്നത് കൊണ്ട് കർത്താവ് നമുക്ക് തരും. നാം ചെയ്യുന്നതിന് വേണ്ടി നമുക്കും പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം കൂടെ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യം. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. മുഴുവൻ തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളു. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകും, എന്റെ നാമത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടാലും വിഷമിച്ചാലും, പക്ഷെ നിങ്ങൾക്ക് അതിനോട് ആടപ്പ് ചെയ്യാൻ കഴിയും. എങ്ങനാ? മുഴുവൻ തുരുമ്പും എല്ലാം നശിപ്പിക്കുന്ന ഈ ലോകത്തിലെ സകലതും, എത്ര മനോഹരമായ കാര്യങ്ങളും. ഞാനൊരിക്കൽ ഒരു വലിയ മനുഷ്യന്റെ ജീവിതത്തിൽ വായിച്ചപ്പോൾ അദ്ദേഹം അതിനകത്തൊരു ഉദാഹരണം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കോളേജിൽ പഠിച്ച കാലത്ത് അവർ ചാമ്പ്യന്മാരായി. 4 വർഷം അവർക്ക് ബാസ്കറ്റ്ബോളിന്റെ ചാമ്പ്യൻഷിപ്പ് കിട്ടി അമേരിക്കയിൽ. അപ്പോൾ അവര് ആ ട്രോഫി കൊണ്ട് കോളേജിൽ വലിയ കാര്യമായിട്ട് വെച്ചു. 22 വർഷം കഴിഞ്ഞപ്പോൾ ഓരോരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി തന്നെ മെയിൻ സ്പീക്കറായി വെച്ചു. അന്നത്തെ കീനോട്ട് പ്രസംഗകനായിട്ട് അവിടെ ചെന്നുടനെ താനെ അതിലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നപ്പോൾ കുറച്ച് ട്രാഷ് കണ്ടു. എന്ന് പറഞ്ഞാൽ ആ കോളേജിന്റെ ശുദ്ധീകരിച്ച കൂട്ടത്തിൽ കുറെ കാര്യങ്ങൾ ഇട്ടിരിക്കുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 22 വർഷം മുമ്പ് തങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാണ് അവിടെ ഇരിക്കുന്നത്. എന്താ? അപ്പൊ അതിന് എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടായിരുന്നുള്ളൂ? 20 വർഷം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പുതിയത് വന്നുകൊണ്ടിരുന്നപ്പോൾ പഴയത് ട്രാഷിലേക്ക് പോവുകയാണ്. ഒരു കാലത്ത് വളരെ പ്രശംസനീയമായി എടുത്തുവെച്ച ഈ ശ്രേഷ്ഠമായ അവരുടെ ജീവിതത്തിന്റെ വിയർപ്പിന്റെ ഫലമായ ട്രോഫി ഇന്ന് എവിടെത്തി? എന്നെ അതെ വെറും ചവിട്ടുകെട്ടിൽ എത്തിച്ചേർന്നു. ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിലെ ട്രോഫികൾ ഞാൻ പറഞ്ഞു വന്നത്. അതൊന്നും എത്ര നാളൊന്നും ഇരിക്കത്തില്ല. കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ചെറുപ്പത്തിൽ വാങ്ങിയതൊക്കെ എടുത്തത് കളയും, അല്ലേ? അല്ലെ, എത്ര പേരാണ് അനുസരിച്ചിരിക്കുന്നത്. ആ കാലത്ത് ഇത് വലിയ കാര്യമായി. എന്നാൽ ഇതങ്ങനെയല്ല. നിത്യമായി ഒരിക്കലും നഷ്ടമാകാത്ത ശ്രേഷ്ഠമായ ട്രോഫീസ് ആയിരിക്കും അവിടെ നമുക്ക് വേണ്ടി ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? മുഴുവൻ തുരുമ്പും കെടുക്കാത്ത
എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിക്ഷേപിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നായി സ്വീകരിച്ചു. അപ്പോൾ സ്വർഗരാജ്യം ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗരാജ്യത്തെ കുറിച്ച് പറവാൻ തന്റെ ഇടമുള്ള സ്വർഗത്തിൽ ഇരുന്നവനും ഇപ്പോൾ ഇരിക്കുന്നവനും സ്വർഗത്തിലെ രാജാവുമായ യേശുക്രിസ്തുവാണ് ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് എന്തില്ല, ഒരു മാറ്റവുമില്ല, അതിനകത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യവുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ആ രാജ്യത്ത് ചെല്ലുന്നോടനെ നാം ആരായിരിക്കും അത് തീരുമാനിക്കുന്നത് എവിടെ വെച്ചാ? ഇവിടെ വെച്ചാ. വേറെ യാതൊന്നും എന്ത് ചെയ്യുന്നില്ല, അതിന് ഘടകമായിരിക്കുന്നില്ല. നമ്മുടെ തീരുമാനവും നാം ചെയ്യുന്ന കർത്താവിന് വേണ്ടി കർത്താവിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ നാം ഇങ്ങനെ പറയുന്നത് മാത്രമല്ല, ഇതൊരു വളരെ ദൂരെ എന്തെങ്കിലും സംഭവിക്കുന്നതല്ല. കർത്താവ് പറഞ്ഞു, ഈ തത്വം യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ അറിയുവാൻ, യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് ലോകം അറിയുവാൻ, യേശുവിൽ കൂടെയാണ് രക്ഷ എന്ന് ലോകത്തിൽ അറിയുമ്പോൾ അവസാനിപ്പിക്കുന്നു. എന്താ? നമ്മൾ അവസാനത്തിന് വേണ്ടി നോക്കി കാത്തുകൊണ്ടിരിക്കുക. യേശുവിനോട് എല്ലാവരും ചോദിച്ചു, എന്നാ അവസാനം വരുന്നത്? യേശു പറഞ്ഞു, ഇതിന്റെയൊക്കെ അവസാനം വരുന്നത് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എല്ലാവരും കേട്ട് കഴിയുമ്പോൾ അവസാനം വരും. അപ്പോൾ ലോകത്തിന്റെ അവസാനം, ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ തുടക്കം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ് പ്രവേശിച്ചത്. ദൈവരാജ്യം തുടങ്ങുന്നത് ഈ ലോകത്തിന് അവസാനം വരുമ്പോഴാണ്. ഞാൻ പറഞ്ഞ നിത്യമായ ദൈവരാജ്യം. അപ്പോൾ നാം എത്രമാത്രം ഉത്സാഹിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇത്ര ശ്രേഷ്ഠമായ ദൈവരാജ്യത്തിന്റെ പ്രത്യക്ഷത എന്നിലും നിങ്ങളിലും ഓരോരുത്തരിലുമാണ് കർത്താവ് നിക്ഷിപ്തം ആക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറയുണ്ടായി, ദൈവം നമ്മെ വിളിച്ചപ്പോ വിശ്വസ്തരെ നന്ദി ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ നമ്മെ വിശ്വസ്തരെ നന്ദി ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ട്, ആ എണ്ണിയ ആൾ അവിടെ വരുമ്പോൾ നമ്മളില്ലെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന കാര്യം ഇന്നാര് ചെയ്യുമെന്ന് ഓർത്ത് നമ്മൾ ആരുടെയും പക്കൽ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ എന്തോ സംഭവിക്കും. എനിക്കൊരിക്കൽ സംഭവിച്ചു. ഞാൻ 1984 അമേരിക്കയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ സഹോദരൻ ഒരാളുടെ പക്കൽ 10,000 രൂപ ഏൽപ്പിച്ചിട്ട് ടിക്കറ്റ് എടുത്ത് എന്നെ ബോംബെയിൽ വെൽക്കം ചെയ്യാൻ വരണമെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എൻ്റെ അനുജനിക്ക് പോകും. പക്ഷേ ഞാൻ വന്നപ്പോൾ ആളുകളുടെ ടിക്കറ്റ് ഇല്ല. ഞാൻ 3 ദിവസം കൂടെ ഉള്ളപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. 3 ദിവസം കൂടെ ഉള്ളൂ എൻ്റെ വിസ തീരുവാൻ. ഞാൻ ബോംബെയിൽ വന്നപ്പോൾ ആളുമില്ല, ആളിനെ കുറിച്ചൊരു അർത്ഥവുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ അന്നേരം ഞാൻ ആ പോരുന്ന സമയത്താണ് എൻ്റെ മോട്ടോർ ബൈക്ക് വിറ്റ് അതിൻ്റെ പൈസ എൻ്റെ പോക്കറ്റിലുണ്ടായി. അതുകൊണ്ട് ഞാൻ അമേരിക്കയിലെത്തി. നോക്കിക്കേ, വിശ്വസ്തനാണെന്ന് എണ്ണി വളരെ നല്ലവനായി കരുതിയ ഒരു കൂട്ടുകാരന് ഏൽപ്പിച്ച എൻ്റെ ജീവിതത്തിന്റെ അന്നത്തെ ഏറ്റവും വലിയ ഭീമായ അമേരിക്കൻ പോക്ക് അതോടുകൂടി തീരുമാനം. ഇപ്പോൾ നാം പ്രതീക്ഷിക്കുന്ന വ്യക്തി ചെയ്തില്ലെങ്കിൽ ഭയങ്കര നിരാശയായിരിക്കും നമുക്ക്. അത് കർത്താവും നമ്മെ അങ്ങനെ വിശ്വസ്തരെന്ന് എണ്ണി പല കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവരാജ്യം തുടങ്ങുവാൻ, ഇത്ര ശ്രേഷ്ഠമായ ദൈവരാജ്യം, കർത്താവിന്റെ ഭരണം, നിത്യമായ സന്തോഷം, നമ്മുടെ പ്രതിഫലം, നാം അവരെ പോലെ അല്ലെങ്കിൽ ദൂതന്മാരെ പോലെ ആകുന്ന ആ ദിവസം എത്രയും വേഗം വരുവാൻ ഒറ്റ പണിയേ ഉള്ളൂ. എന്താ? ദൈവരാജ്യത്തിന്റെ സുവിശേഷം എല്ലാവരും അറിയുക. അത് നിക്ഷിപ്തമായിരിക്കുന്ന എന്നിലും നിങ്ങളിലുമാണ്. യേശു പറഞ്ഞ ഏറ്റവും വ്യക്തമായ ഉത്തരം, ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. നാം അവസാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ വലിയ കാര്യം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ദൈവരാജ്യത്തെ കുറിച്ചുള്ള അറിവ്, ആ ബോധം, എൻ്റെ വീട് ഇതല്ല, എൻ്റെ വീട് അങ്ങേപ്പുറമാണ്. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഇതല്ല. യേശു വലിയ പ്രശസ്തനായിട്ട് ഈ ലോകത്തിൽ. തൻ്റെ കൂടെ വരുന്ന ആൾക്കാരുടെ കണക്ക് നമുക്കറിയാം. അത്രമായിട്ടും താൻ പറഞ്ഞു, ഇതല്ല എൻ്റെ രാജ്യം. തനിക്ക് വേണമായിരുന്നെങ്കിൽ 12 ലീജിയൻ
ദൂതന്മാരെ വിളിക്കാമായിരുന്നു തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ. അതൊന്നും ചെയ്യാതെ തൻ്റെ രാജ്യം വ്യക്തമാക്കുവാനും അതിൽ നമ്മെ ഭാഗമാക്കാക്കുവാനും നമുക്ക് ആ സന്തോഷം നൽകുവാനും അവൻ എന്തു ചെയ്തു? ഈ ലോകത്തിൽ കടന്നു വന്ന് ക്രൂശിൽ മരിച്ചു. എന്നിട്ട് താൻ പറഞ്ഞു ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവൻ നിബന്ധന വെച്ചു. ആ നിബന്ധന അല്ലാതെ വേറൊരു നിബന്ധനയും ദൈവരാജ്യത്തിൽ കടക്കുവാൻ മാർഗമില്ല. അവനാണ് അതിന്റെ രാജാവ്, അവനാണ് അതിന്റെ നിയമം കൽപ്പിച്ചത്. ആ യേശു പറഞ്ഞു, പുതുതായി ജനിച്ചില്ലെങ്കിൽ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇന്ന് നാം അതിന്റെ ആത്മീയ അനുഭവത്തിലാണെങ്കിൽ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവൻ പറഞ്ഞു, അവൻ മടങ്ങി വരും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. ലോകത്തിൽ ആരും അവനവൻ ഇരിക്കുന്നിടത്ത് വേറൊരാളെ ഇരുത്തുകയില്ല. നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാർ വോട്ട് ചോദിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരും. അവരാരും പറയുകയില്ല ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താവുന്നു. അത് പറയാൻ കഴിവുള്ളവനും പറഞ്ഞവനുമായ ഒരുവൻ മാത്രമേ ഉള്ളൂ. നാം അവനെ പോലെയാകുമ്പോൾ അവൻ നമ്മൾക്ക് അവനെ പിതാവ് അംഗീകരിക്കുന്നത് പോലെ നമ്മെയും അംഗീകരിക്കുമെന്നാണ് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥിതി. തന്റെ പുത്രൻ അനേകം പുത്രന്മാരെ, അങ്ങനെ വാക്യം പറയുന്നേ, സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് പിതാവിന് യുക്തമെന്ന് തോന്നി. അത് മാത്രമല്ല, ക്രിസ്തുവിനെ തന്നവൻ അതോടുകൂടെ സകലതും നൽകും. നമ്മെ ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളുമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ദൈവരാജ്യത്തിൽ നമ്മെ അക്നോളജ് ചെയ്യുവാൻ, ദൈവരാജ്യത്തിൽ നമ്മെ പങ്കുകാരാക്കുവാൻ, ദൈവരാജ്യത്തിൽ പ്രതിഫലം നൽകുവാൻ അവൻ എത്രയും വേഗം വരുന്നു. നമ്മുടെ ജോലി ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി, ഇതൊരു മിഥ്യയല്ല, ഇത് ഒരു പ്രിൻസിപ്പൾ മാത്രമല്ല, യാഥാർത്ഥ്യമായ സത്യമാണ്. യേശു അത് പഠിപ്പിച്ചു, യേശു അത് വിശ്വസിച്ചു, യേശു അതിൻ പ്രകാരം സ്വർഗരാജ്യത്തിലായിരിക്കുന്നു. നമ്മളെ ചേർക്കുവാൻ, ആ രാജ്യത്തിൽ അംഗങ്ങളാക്കുവാൻ എത്രയും വേഗം വരുന്നു. അതിൻ്റെ വരവിൻ്റെ ആ വേഗത കൂട്ടുവാൻ നാം ഓരോരുത്തരും അധ്വാനിച്ചാൽ മാത്രമേ സാധിക്കൂ. എന്ത് ചെയ്യുവാൻ? പത്രോസ് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെ കീ തന്നിരിക്കുന്നതാണ്. എപ്പോഴാണ് കൊടുത്തത്? ഞാനത് പറയുണ്ടായി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ അക്നോളജ് ചെയ്തപ്പോ അത് മറ്റുള്ളവരോട് പറവാനുള്ള കീ അവകാശം പത്രോസിന് കൊടുത്തു. അത് നമുക്കും തന്നിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ നിത്യമായ സന്തോഷത്തിന്റെ അടിസ്ഥാനം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാണ്. യേശു അവന്റെ രാജാവാണ്. അവൻ എത്രയും വേഗം രാജാവായി അവൻ വരുവാൻ പോകുന്നു. അതിന് നമ്മുടെ ഉത്തരവാദിത്വം നിർവടിയായി നമുക്ക് നിവർത്തിക്കാം. ദൈവം നമ്മെ സഹായിക്കും.